ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായിട്ടുള്ള വലിയ നോമ്പിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ നോമ്പ് എപ്രകാരമായിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ കുറവുകളൊക്കെ വന്നു പോയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ ഉപവാസം അതൊക്കെ പൂർണ്ണതയിൽ ഏതെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഈ 2 ആഴ്ചക്കാലം ഏറെ ശ്രേഷ്ഠതയോടുകൂടി നോമ്പ് നോറ്റുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയ നോമ്പിൻ്റെ ചൊവ്വാഴ്ച സന്ധ്യാ പ്രാർത്ഥനയിൽ ഇപ്രകാരം നാം ചൊല്ലുന്നുണ്ട്: നാളെ ഞാൻ അനുതപിച്ചു കൊള്ളാം എന്ന ദിവസം തോറും ഞാൻ ഉറപ്പ് പറയുന്നു. എൻ്റെ ദിവസങ്ങൾ ഇതാ കടന്നുപോയിരിക്കുന്നു, എങ്കിലോ എൻ്റെ കടങ്ങളോ നിലനിൽക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമെല്ലാം ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ വിശുദ്ധ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുകയാണല്ലോ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: നാളെ ഞാൻ അനുതപിച്ചു കൊള്ളാം. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളിലുള്ള പരിശുദ്ധ റൂഹായി അതിൻ്റെ പൂർണ്ണത നിലനിർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധ സഭ ക്രമീകരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ കുമ്പസാരം എന്ന പരിശുദ്ധമായിട്ടുള്ള കൂദാശ. ആ വിശുദ്ധ കൂദാശ ഏറെ ശ്രേഷ്ഠതയോടുകൂടി സമീപിക്കുവാൻ എത്രയും നേരത്തെ തന്നെ വിശുദ്ധ കുമ്പസാരം നടത്തി ഒരുക്കത്തോടുകൂടി ഈ വലിയ നോമ്പ് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും ശ്രദ്ധിച്ചു കൊള്ളണം. പ്രത്യേകാൽ ഈ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ ദിവസങ്ങൾ ഇതാ കടന്നു പോയിരിക്കുന്നു, എങ്കിലോ എൻ്റെ കടങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായിട്ടുള്ള ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തിക്കൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒന്ന് വിശുദ്ധീകരിക്കുവാനുള്ള അവസരം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കണം. 51 സങ്കീർത്തനത്തിൽ നാം ചൊല്ലുന്നുണ്ടല്ലോ: ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ഒന്ന് നുറുക്കുവാനായിട്ട് ഞാൻ നിങ്ങളുമെല്ലാം ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരുക്കത്തോടുകൂടി തയ്യാറാകണം. നമുക്കറിയാം, ഒരപ്പം ഉണ്ടാകണമെങ്കിൽ അത് ഒരുപാട് തലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ചെടിയിൽ നിന്നും ധാന്യം എടുക്കുകയും ആ ധാന്യം പലവിധത്തിൽ പൊടിക്കപ്പെട്ട് പൊടിയായി മാറുകയും ആ പൊടി വെള്ളവുമായിട്ട് ചേർന്നുകൊണ്ട് മാവായി കുഴഞ്ഞ് അതൊരു അപ്പമായിട്ട് ഒരു പാത്രത്തിൽ അത് ചൂടെല്ലാം വഹിച്ചുകൊണ്ട് ഒരപ്പമായിട്ട് മാറുമ്പോൾ അതിന് ഒരുപാട് തലത്തിലുള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന് നല്ല ഒരു ബലി സാധനമായിട്ട്, ഒരു നല്ല അപ്പമായിട്ട് മാറുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായിട്ടുള്ള വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മെ തന്നെ ഒന്ന് നുറുക്കുവാൻ, കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനെ ഓർത്ത് അനുതപിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് അതിനെ ഇനിയും ഞാൻ ആവർത്തിക്കുകയില്ല, ആ പാപത്തെ ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ചെറിയ വലുതും ചെറുതുമായിട്ടുള്ള ചില നുറുക്കുകൾ അല്ലെങ്കിൽ നമ്മെ തന്നെ ഒന്ന് നുറുക്കിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അനുദപിച്ചുകൊണ്ട് വിശുദ്ധ കുമ്പസാരം നടത്തി കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരത്തെ അനുഭവിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ഈ നോമ്പ് അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം, പ്രത്യേകാൽ കഷ്ടാനുഭവത്തിൻ്റെ പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. 1 കൊരിന്ത്യർ 13:13.